ഹായ്, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ സ്ത്രീധന സമ്പ്രദായത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. ഇതിപ്പം പറയാൻ കാര്യം എൻ്റെ ഒരു കൂട്ടുകാരി ഇപ്പോൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴാണ്, അവളുടെ മകളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയത്. സ്ത്രീധനം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിക്കുന്നവരുണ്ട്. ഇത്ര പവനെ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറയുന്ന രക്ഷകർത്താക്കളും ഉണ്ട്. അല്ല, ഈ കുട്ടിയുടെ വീടൊക്കെ കണ്ടിട്ട് ഒരു മതിപ്പ് വില വെക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിങ്ങനെ പല ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പെൺകുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല പഠിപ്പിക്കാൻ എത്രത്തോളം അവൾ പഠിക്കുമോ അത്രത്തോളം അവളെ പഠിപ്പിക്കുക. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. നല്ല ടെസ്റ്റൊക്കെ എഴുതി നല്ല ജോലി വാങ്ങിക്കട്ടെ. അതിനുശേഷം ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുക. അല്ല, ടെസ്റ്റ് എഴുതി ഒന്നും ജോലി കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിലൊക്കെ ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട്. അതിലെങ്കിലും അവൾക്ക് കയറാനും അവൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പെൺകുട്ടികളെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിടാവൂ. അല്ലാതെ 18 വയസ്സാകുമ്പോൾ മുതലേ, അല്ല കൊച്ചുനാൾ മുതലേ കല്യാണം കഴിച്ച് വിടണം, കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പറഞ്ഞാൽ വളർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് 18 വയസ്സാവാൻ നോക്കിയിരിക്കും കല്യാണം കഴിപ്പിച്ച് വിടാൻ. പിന്നെ കുറേ സ്വർണം ഞങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നേരത്തെ അങ്ങനെ നോക്കി വെച്ചിരിക്കുക, കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടാകുമ്പോൾ ഈ സ്വർണ്ണം എല്ലാം കൂടെ കൊടുത്തു വിടണം എന്ന് ചിന്തിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. വേണമെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് സ്വർണം വാങ്ങി ഇടുക എന്നല്ലാതെ ഈ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ കണക്ക് സ്വർണം വാരിയിട്ട് കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് പിന്നെ ആ കൊച്ചിനെ ഒരു വിൽപ്പന ചരക്ക് പോലെ അങ്ങോട്ട് കൈമാറി വിടുന്നതിലൊന്നും ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക. അല്ല, വിദ്യാഭ്യാസത്തിൽ മോശമായ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പം തയ്യൽ പഠിച്ചാൽ ഒരു ബ്ലൗസ് വെച്ച് കൊടുത്താൽ തന്നെ എത്ര രൂപ കിട്ടും. അപ്പോൾ ആ കുട്ടിയെ ആ തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക. അതേപോലെ വേറെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, VHSC +2 പഠിക്കുമ്പോൾ തന്നെ അവർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമുണ്ട്. അഗ്രികൾച്ചർ, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, അങ്ങനെ പല കോഴ്സുകളുണ്ട്. അന്നേരം അതിലേതെങ്കിലും പഠിപ്പിച്ചിട്ട് അതിൻ്റെ വേറെ ഡിപ്ലോമ കോഴ്സുകൾ പോലെ ഉണ്ട്. അതെല്ലാം പഠിപ്പിച്ച് ഏതെങ്കിലും ലബോറട്ടറിയിലായാലും അവൾക്ക് അവളുടെ ജീവിത മാർഗത്തിനുള്ളത് കിട്ടും. അതുപോലെ നേഴ്സിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെ പഠിപ്പിക്കുക. അതിൽ നല്ല സ്വന്തം കാലിൽ നിന്നും ഒരു ഏണിങ് ഉണ്ടായതിന് ശേഷം മാത്രമേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടാവൂ. ചില രക്ഷകർത്താക്കൾ ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഞങ്ങൾ ജോലിക്ക് വിട്ടോളാം എന്നൊക്കെ പറഞ്ഞായിരിക്കും കല്യാണം കഴിക്കുന്നത്. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അത് ഇപ്പോൾ ഒരുപാട് സ്വർണം കൊടുത്ത് കെട്ടിച്ചവരുടെയും ഒട്ടും സ്വർണം കൊടുക്കാതെ വിട്ടവരുടെ എല്ലാം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ആ കുട്ടിയെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ആയതിനു ശേഷം മാത്രം കല്യാണം കഴിപ്പിച്ചാൽ മതി. അത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കല്യാണം കഴിക്കാനുണ്ടെങ്കിൽ അത് കല്യാണം കഴിപ്പിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു കല്യാണമാണെങ്കിൽ അതങ്ങനെ. അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അങ്ങനെ. അറേഞ്ച്ഡ് മാരേജിൽ ഇതുപോലെ കുറേ ഡിമാൻഡ്സുകൾ വെക്കുന്ന ആൾക്കാരുടെ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുകയേ ചെയ്യരുത്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കും. ആ ഡിമാൻഡ് കുറയാനൊന്നും പോകുന്നില്ല. അന്നേരം ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഒരു രക്ഷകർത്താവിൻ്റെ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എന്തോ കാറ്, അവർ പറയുന്ന കാറ് തന്നെ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് അത് ഒക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണം വേണ്ടാന്ന് വെച്ചു. അല്ല, ആ കാറ് കൊടുക്കാതിരുന്നെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിപ്പോയി. ഇങ്ങനെ ഡിമാൻഡ് വയ്ക്കുന്ന രക്ഷകർത്താക്കൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പം കാറൊന്നും ആർക്കും വേണ്ട. എല്ലാവരുടെ വീട്ടിലും 1, 2, 3 കാറൊക്കെ ഉണ്ട്. അവർക്ക് ഉള്ള കാർ പോലും ഓടിക്കാൻ വയ്യാതിരിക്കുമ്പോഴേക്കും ഇവിടുന്ന് ഒരു കാറും കൊണ്ട് ചെല്ലുന്ന അങ്ങനെയുണ്ട്. ഇവിടെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണല്ലോ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. എന്തോ വേണമെങ്കിലും എൻ്റെ മകൾക്ക് അവിടെ വില കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. സ്വർണ്ണം ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അല്ല, സ്ത്രീധനം കുറഞ്ഞു പോയാൽ കുട്ടിക്ക് വില കിട്ടില്ല എന്ന് ഒരു രക്ഷകർത്താവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു വിലയൊന്നും ആർക്കും കിട്ടത്തില്ല. നമുക്ക് കിട്ടണമെങ്കിൽ ഒരു കുട്ടി നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വിട്ടാൽ അതിന് വില കിട്ടുമെന്ന് പറയാം. അല്ല, സ്വർണവും ഇട്ടുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് അവരുടെ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. അവർ പറയും ഇത് കൊണ്ടുപോയി ലോക്കറി വെക്കാൻ പറയും. ലോക്കറി കൊണ്ട് ചെല്ലുമ്പം അത് 6,000 5,000 രൂപ വെച്ച് പിന്നെ നമ്മൾ ലോക്കറിന് അടച്ചുകൊണ്ടിരിക്കണം. എന്തിനാ ഈ ബുദ്ധിമുട്ടിന് പോകുന്നത്? കുറച്ച് സ്വർണ്ണം ഇടുക, ബാക്കി പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇട്ട് കൊടുത്താൽ അത് ഫിക്സഡ് ഇട്ട് കൊടുത്താൽ അവർ അതിൻ്റെ പലിശ എടുത്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കാര്യത്തിനെങ്കിലും ഉപയോഗിച്ചൂടെ? ഈ സ്വർണ്ണം എല്ലാം കൂടെ ഇട്ടുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷകർത്താക്കളാണ് പിന്മാറേണ്ടത്. പുതിയ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇതിൽ ഞാൻ കാണുന്നില്ല. പെൺകുട്ടികളാണെങ്കിൽ പോലും ഇത്രയും സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ മുതൽ ഒരു കൊച്ചു നൂല് പോലും ഒരു മാലയെ അവരെടുത്തുള്ളൂ.
അല്ലാതെ അവർ ഏറ്റവും വലിയ മാല ഇട്ടുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ നടക്കുന്നുണ്ടെന്നൊന്നും ഇപ്പോൾ ആരും നടക്കുന്നില്ല. അപ്പോൾ ആൺകുട്ടികൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമുള്ള ആൺകുട്ടികളെ ഞാൻ കാണുന്നില്ല. പിന്നെ അപൂർവമൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും വേണ്ടുന്നത് സംരക്ഷണമാണ്. അവർക്ക് നമ്മളിപ്പോൾ ഒരു ചെടി മാറ്റി നടുന്നത് പോലെയാണ് ഒരു പെൺകുട്ടിയെ നമ്മളൊരു മറ്റൊരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ ആവശ്യത്തിന് സൂര്യപ്രകാശവും വെള്ളവും വളവും ഒക്കെയാണ് ആ ചെടിക്ക് വേണ്ടുന്നത്. അതേപോലെ ആ കുട്ടിക്ക് അവിടെ ഒരു സംരക്ഷണവും സ്നേഹവും ഒക്കെ കിട്ടിയാൽ മാത്രമേ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി അവിടെ ഒത്തുപോകത്തുള്ളൂ. അത് അവരും ഇങ്ങോട്ടും അതുപോലെ തന്നെ. അതുകൊണ്ട് അതാണ് അത്യാവശ്യം. അല്ലാതെ കുറച്ച് സ്വർണവും പണവും കാറും ഇതൊന്നും കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ആൺകുട്ടികളുടെ രക്ഷകർത്താക്കളും അതേപോലെ എൻ്റെ മകനെ പഠിപ്പിച്ച് ഞാൻ ഇത്രയും വലിയ ഉദ്യോഗസ്ഥനാക്കി, അപ്പോൾ അവൻ ഇത്രയൊക്കെ കിട്ടണം. അതുപോലെ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾ പറയും എൻ്റെ ബന്ധുവിൻ്റെ മോൾക്ക് ഇത്ര പാവം കൊടുത്തു, അപ്പോൾ ഞാനതിൽ മോശമാവാൻ പറ്റില്ല, അന്നേരം 10 പവൻ അധികം എൻ്റെ മോൾക്ക് കൊടുക്കാം എന്നൊക്കെ തീരുമാനം എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലത് ഈ സ്ത്രീധനം കൊടുക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ അത് വാങ്ങിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കുക, അത് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പെൺകുട്ടികളുടെ അച്ഛന്മാരോട് എനിക്ക് പറയാനുള്ളത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. അത് മാത്രമേ ഇനിയുള്ള കാലത്ത് രക്ഷയുള്ളൂ. അല്ലാതെ കുറച്ച് സ്വർണത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല, തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അഭിപ്രായങ്ങളെല്ലാം എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.